Welcome to the art of Mendelism. I request one of my friend to come on the stage, please. Anyone? ഒരു ജൂനിയർ ആയിക്കോട്ടെ, സീനിയർ ആണ് കണ്ടിരുന്ന ആസ്വദിക്കട്ടെ. ആ മൈക്കൊന്ന് ശരിയാക്കിയേ പ്ലീസ്. മിസ്റ്റർ ആദിഷ് അല്ലേ? ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. കസേല മിക്കവാറും ബേക്കറിയൊക്കെ ഒഴിഞ്ഞിട്ടുള്ളത്, ആൾക്കാർക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളെ മനസ്സുകൊണ്ട് നമുക്കൊരു തണുത്ത സ്ഥലത്തേക്ക് പോയാലോ അല്ലേ? ഊട്ടിയിലേക്കൊന്ന് പോയാലോ? അവിടെ എന്തുണ്ട് കാണാൻ? ഊട്ടിയിൽ എന്തുണ്ട് കാണാൻ? പ്രധാനമായിട്ട് എന്താ? മഞ്ഞ്, പിന്നെ പുഷ്പങ്ങൾ ഇല്ലേ? സുന്ദരമായ പൂന്തോട്ടത്തിലെത്തിയ യെസ്. ിലേക്ക് പോവുകയാണ്. ഇപ്പൊ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാം, നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ്. നമ്മളിപ്പോ ഒരു പൂന്തോട്ടത്തിൽ എത്തിപ്പെട്ടു എന്നും കരുതുക, ഇല്ലേ? എത്തിപ്പെട്ടോ? മനസ്സുകൊണ്ട് എത്തണം. ആദ്യം ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കുക, രണ്ടാമത് ഞാൻ പറയുന്ന ഒന്ന് ഇമാജിൻ ചെയ്യുക. then you are going to satisfy the reality. now he is on the way to reality. നമ്മൾ ആ ഒരു പുഷ്പ ഫലം അല്ലെ ഈ പുഷ്പ ഉദ്യാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പുഷ്പങ്ങളുണ്ടാവും. നമുക്ക് സാധാരണ പരിചയമുള്ള പുഷ്പങ്ങൾ എന്തൊക്കെയാ? മണമുള്ളത്, സ്മെല്ലുള്ള എന്തൊക്കെയാ? പോയോ? അതാദ്യം പോയി. റോസ്, ജാസ്മിൻ, രണ്ട് പുഷ്പങ്ങളാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നിരിക്കുന്നത്. വിച്ച് സ്മെൽ ഡു യു വാണ്ട്? ജാസ്മിൻ. ഓക്കെ. ആ കൈ രണ്ടും ഒന്ന് നല്ലവണ്ണം തിരുമ്മിക്കൊള്ളൂ, പ്ലീസ്. എത്രമാത്രം തിരുമ്പുന്നോ അത്രമാത്രം അതിന്റെ ഗുണം കിട്ടും. ജാസ്മിനാണ് ആദിഷ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അദ്ദേഹം എന്ത് സ്മെല്ലാണ് ഈ വേദിയിലേക്ക് കൊണ്ടുവരുന്നത് നോക്കാം. നോക്കിക്കോളൂ. ജാസ്മിൻ, അവർക്കും കൂടി കൊടുക്കും, ഏതാ ഒരാൾക്കും കൂടി കൊടുക്കും പ്ലീസ്. റൈറ്റ്.